ഇതൊരു മൂന്നാമത്തെ ഹിറ്റാണ്. 3 ബ്ലോക്ക് ബസ്റ്റർ. ട്രെയിലർ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണതല്ല, ഇതില് വേറെയാണ്. ഒരു ഡ്രാഗന്റെയും പിന്നെ ലവ് ടുഡേയും ഒരു മിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രദീപ് രംഗനാഥൻ ഷോ. ഹായ് സിനിഫൈൽസ്, വെൽക്കം ബാക്ക്. കണ്ടുമടുത്ത നായക സങ്കല്പങ്ങളെല്ലാം തിരുത്തിക്കൊണ്ട് സിനിമാ മോഹമായി കടന്നു വന്നൊരു ചെറുപ്പക്കാരൻ താൻ ഹീറോ മെറ്റീരിയൽ എന്ന് പറഞ്ഞവർക്ക് വേണ്ടി തൻ്റെ ആദ്യത്തെ സിനിമയെ ബ്ലോക്ക് ബസ്റ്റർ ആയിക്കൊണ്ട് അവരുടെ എല്ലാം വായടപ്പിച്ച നമ്മൾ സ്വന്തം പ്രദീപ് രംഗനാഥൻ. കൂടെ മലയാളത്തിൻ്റെ സ്വന്തം പാൻ ഇന്ത്യൻ നായിക മമിതയും സൗത്ത് ഇന്ത്യൻ മ്യൂസിക് സെൻസേഷൻ സായ് അഭയങ്കറും. ദ മോസ്റ്റ് അവൈറ്റഡ് ദിവാലി റിലീസ് ഡ്യൂഡ്. അപ്പോൾ ഡ്യൂഡ് കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ ഫസ്റ്റ് ഡേ റെസ്പോൺസിലേക്ക് പോകാം. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നേരെ കമന്റ് ബോക്സിലോട്ട് കയറുക, സിനിമയുടെ അഭിപ്രായങ്ങളെ അറിയിക്കുക, നേരെ റിവ്യൂലേക്ക്. കംപ്ലീറ്റ് എൻ്റർടൈനിങ് സിനിമ. ഫസ്റ്റ് തൊട്ട് ഒരു ഫാമിലി ഡ്രാമ എന്ന് പറയാം, പക്ഷേ അതൊക്കെ സെക്കൻഡ് ഹാഫിലെ ഫീൽ ആവുള്ളൂ. ഫാമിലിയുടെ ആ സെൻസ് സെക്കൻഡ് ഹാഫിലെ വരുള്ളൂ. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഫുള്ളും പ്രദീപിൻ്റെ ഒരു ഫുൾ അരങ്ങേറ്റെന്ന് വേണമെങ്കിൽ പറയാം. നല്ല മുമ്പത്തെ സിനിമ വെച്ച് കമ്പയർ നോക്കുമ്പോഴത്തേന് ആ ഒരു ബന്ധം വലിയ സിനിമയ്ക്ക് വരുന്നുണ്ട്. ഒരു കണക്ഷൻ ഉണ്ട് എന്നുവെച്ചാൽ ഒരു എപ്പോഴും ഡയറക്ഷൻ എന്ന് വെച്ചാൽ പ്രദീപിൻ്റെ എല്ലാ സിനിമയും ഒരു ലൈക്ക് പ്രദീപിൻ്റെ സിനിമയാണെന്ന് പറയാൻ പറ്റും, മനസ്സിലായില്ലേ? ഒരു ഡ്രാഗന്റെയും പിന്നെ ലവ് ടുഡേയും ഒരു മിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ദീപാവലി സിനിമ കൊണ്ട് ചാൻസ് ഉണ്ട്. ഡെഫിനറ്റ്ലി നല്ല ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആണ്. അങ്ങനെയും പറയാം. നമ്മളെ ഇപ്പൊ ഡ്രാഗൺ ലവ് ടുഡേ പോലെ ആ ഒരു ഇതാണ്, എന്നാലും ഒരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. ദീപാവലി പടം കൊണ്ട് ചാൻസ് ഉണ്ടോ? എല്ലാവരും കയറാൻ ചാൻസ് ഉണ്ട്. തമിഴ്നാട്ടിലൊക്കെ കയറും. പിന്നെ ശരത് കുമാർ നന്നായിട്ടുണ്ട്, നല്ല ക്യാരക്ടറായിരുന്നു, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കൊണ്ടാണ് കണ്ടു, കുഴപ്പമില്ല. പഴയതുപോലെ ഒന്നും വന്നില്ല. അവൻ്റെ പഴയ ഡ്രാഗനോ ലവ് ടുഡേ പോലെ ഒന്നും വന്നില്ല. കോമഡി ഉണ്ട്, കണ്ടോണ്ടിരിക്കാം. രണ്ടുപേരുടെ കെമിസ്ട്രി ആണ് മമിതയുടെയും പ്രദീപ് രംഗനാഥിന്റെ. അടിപൊളിയായിരുന്നു. നെഗറ്റീവായിട്ട് ലാസ്റ്റത്തെ ആ ഒരു സംഭവം തന്നെയായിരുന്നു. ലാഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. ലാഗ് ഇല്ലായിരുന്നു, കണ്ടിട്ട് ആ ലാസ്റ്റത്തെ ഒരു ഇത് മാത്രം എന്തോ പോലെ ആയിപ്പോയി. കൂടുതലും ഇത് എന്റർടൈൻമെന്റ് ആണ്, ഫുൾ സ്റ്റഫ് എന്റർടൈൻമെന്റ് സ്റ്റഫാണ്. പുള്ളിയുടെ മുമ്പത്തെ പടങ്ങളിൽ നിന്ന് ഒരു കോമഡിയും ആക്ഷനും സെയിം സാധനം, സെയിം പാറ്റേൺ, കോൺസെപ്റ്റ് മാത്രമാണ് വ്യത്യാസം. പ്രദീപിന്റെ കഴിഞ്ഞ പടം പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ടുണ്ടാവണ ഒരു ദേഷ്യം, ഇങ്ങനെ ചിരിപ്പിക്കണ പരിപാടി, അതേ സെയിം സാധനം, പക്ഷെ കോൺസെപ്റ്റ് വ്യത്യാസം. പുതിയ കാസ്റ്റിംഗ് ഒക്കെയാണ്. മമിത പ്രദീപ് ആദ്യത്തെ കോംബോ ആണ്. അപ്പൊ അവരുടെ കോംബോ കെമിസ്ട്രി വന്നിട്ട് കൊള്ളായിരുന്നു. എന്നുവെച്ചാൽ ഇത് നമ്മള് ട്രെയിലർ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണതല്ല, ഇതില് വേറെയാണ് സംഭവം. ഒരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. മ്യൂസിക് കൊള്ളായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കൊള്ളാം. കൂടുതൽ കോമഡി ആണോ ഇമോഷൻ ആണോ? അങ്ങനെയാണ് പോണത്. രണ്ടും വർക്കൗട്ടുണ്ട്. കൂടുതൽ അങ്ങനെയുണ്ട്. പ്രദീപ് രംഗത്ത് ആക്ടിംഗ് ഒക്കെ ഉണ്ട്. ആക്ടിംഗ് വൈസ് കൊള്ളാം, പക്ഷേ ആക്ടിംഗ് വൈസ് എല്ലാവരും കൊള്ളാം. സായ് അഭ്യങ്കർ ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ, പ്രദീപ് രംഗനാഥൻ ഷോ. ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫൈറ്റ് ആണോ, ഇമോഷണൽ ആണോ? എല്ലാം കൊള്ളാം. സ്റ്റോറി ആണോ? ഫുള്ളൊരു റൈഡ്, ഇമോഷണൽ റൈഡാണോ? കൊള്ളാം. എൻഗേജിംഗ് ആണ്, കോമഡി നല്ല വർക്കായിട്ടുണ്ട് പടം. നമുക്ക് ഒരിക്കലും ബോർ അടിക്കത്തില്ല. ഫോൺ എടുക്കാൻ നോക്കാം, അങ്ങനെ എൻഗേജിംഗ് ഫ്ലോയിൽ അങ്ങ് പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ പടം മമ്മൂട്ടി മോഹൻ പടം പറയുമ്പോൾ പ്രദീപ് എന്ന പടമാണ്. അപ്പം അങ്ങേരെ പടം ആ ഒരു റേഞ്ച് അങ്ങനെ പുള്ളിയുടെ സ്വാഗൊക്കെ നൈസ് ആയിട്ടുണ്ട്. കോമഡി ആണോ, ആക്ഷൻ ആണോ, എന്താണ് ഇമോഷൻ ആണോ? കൂടുതൽ കോമഡി ഇമോഷൻ എല്ലാം ബ്ലെൻഡ് ആയി കൊണ്ടുപോയിക്കണം അവർ. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തത് രണ്ടും ബ്ലെൻഡ് ആയിട്ട് ലെവലിൽ കൊണ്ടുപോയിക്കണം. കണ്ടിരിക്കാൻ നല്ല നൈസാണ്. ഞാൻ ആദ്യം വെച്ച് തമിഴ്നാട്ടിൽ പോയപ്പോഴേ പുള്ളിക്കാർ എല്ലാം പോകുന്നു, പക്ഷേ ശരിയായി. കറക്റ്റ് പ്രൈമറി കഴിഞ്ഞ ഉടനെ അടുത്ത തലവതി എന്ന് പറയാൻ പറ്റില്ല. തലവതി എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇതൊരു മൂന്നാമത്തെ ഹിറ്റാണ്. 3 ബ്ലോക്ക് ബസ്റ്റർ, 3 അടുപ്പിച്ച് ബ്ലോക്ക് ബസ്റ്റർ. ഹാട്രിക് അടിച്ചു പുള്ളി. കാരണം പുള്ളിയെ ഒരു സ്വാഗും ആ ഒരു കോമഡിയൊക്കെ നമുക്കൊരു എന്താ പറയുക കണ്ടിരിക്കാം. എന്തായാലും പുള്ളി ബിഗ് ലീഗിൽ വന്നിട്ടുണ്ട്, കൺഫേം ആണ്, ഇത് ബിഗ് ലീഗിലാണ്. ഓക്കെ, അപ്പം പുള്ളിയുടെ മുമ്പത്തെ സിനിമ വെച്ച് ആ ഒരു സെയിം പാറ്റേൺ ആണ്. പക്ഷേ നമ്മൾ ആ സെയിം പാറ്റേൺ, ചില നടന്മാരൊക്കെ സെയിം പാറ്റേൺ അഭിനയിക്കാൻ നമുക്കത് ബോറടിക്കും കാണാം. പക്ഷെ ഇത് അങ്ങനെ തോന്നില്ല. കണ്ടിരിക്കുക. അല്ല, ഫാസ്റ്റ് കട്ടാണ്. മ്യൂസിക് സായും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മമത ബൈജു തമിഴിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരുടെ ഒരുമിച്ചുള്ള കോമ്പോസിഷൻ. ഈ ദീപാവലി ഡ്യൂഡ് കൊണ്ടുപോയി. ഡ്യൂഡ് ദീപാവലി കൊള്ളായിരുന്നു ബ്രോ. ഡ്രാഗനൊക്കെ പോലെ തന്നെയാണ്, ആ ഒരു വൈബാണ്. നല്ല എൻജോയിങ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല അത്യാവശ്യം നല്ല ഈ വർഷത്തെ ടോപ്പ് ഈ ഇറങ്ങിയ കോളിവുഡ് കുറച്ച് ഡൗൺ ആയിരുന്നല്ലോ, അക്കണെങ്കിൽ ഇതൊരു ഫാമിലി എന്റർടൈനർ പക്ക ഡ്രാഗൺ വൈബാണ്. കോൺസെപ്റ്റ് തമിഴ്നാട്ടിലെ ബേസിൽ ജോസഫ് നല്ല പടം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പുള്ളി അങ്ങനെ മാറിക്കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടോ? കോൺസെപ്റ്റ് വെച്ച് ഡ്രാഗന്റെ കോൺസെപ്റ്റ് മാറിയെന്നേ ഉള്ളൂ. പക്ഷെ പുള്ളി ഇത് തന്നെ തുടരെ ചെയ്തോണ്ടിരുന്നാൽ നമുക്ക് മടുക്കും. പക്ഷെ ഈ പടം കൊള്ളാം, നല്ല നമുക്ക് ആ ഡ്രാഗനിൽ നിന്നുള്ളൊരു കോൺസെപ്റ്റ് ചേഞ്ച് ആണ്. പക്ഷേ നല്ല ഫാമിലി എന്റർടൈനർ ആണ്, നമുക്ക് കണ്ട് ചിരിച്ച് ഒരു വൈബ്. അടിപൊളി പടം, കോമഡി, നല്ല സസ്പെൻസ് എല്ലാം ഉണ്ട്. ഡ്രാഗനെയും കെട്ടി നല്ല അടിപൊളി ഉണ്ടല്ലേ. മമിത വിജയനുണ്ട്, സെറ്റാണ്. കൊള്ളാം. തമിഴിലോട്ടൊന്നും അടിപൊളിയാണ്.